കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട 16 വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ 14 പ്രതികളാണ് ഉള്ളത് എന്ന് ഈ കുറ്റപത്രത്തിൽ വ്യക്തമാകുന്നുണ്ട്. പോക്സോ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി കാസർഗോഡ് ചേരുന്നു. സാരംഗ്, ഈ ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട പീഡിപ്പിച്ച സംഭവം, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെല്ലാമാണ്? കുറ്റപത്രത്തിലെ കണ്ടെത്തലുകൾ എന്തെല്ലാമാണ്? രതീഷ്, വലിയ തോതിലൊരു കോളിളക്കം കാസർഗോഡ്, കണ്ണൂർ ജില്ലകളെ സംബന്ധിച്ച് വലിയ കോളിളക്കം ഉണ്ടാക്കിയ ഒരു കേസ് തന്നെയാണ് ഡേറ്റിംഗ് ആപ്പ് പോക്സോ കേസ് എന്നുള്ളത്. കാരണം സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട പ്രമുഖർ, അതിൽ തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ടായ ഒരു കേസാണ്. മാത്രമല്ല, ഈ 17-കാരനെ, ആ +2 വിദ്യാർത്ഥിയെ കേരളത്തിൽ ഉടനീളം കൊണ്ടുപോയി ഇത്തരത്തിൽ ഉപദ്രവിച്ചു എന്നുള്ള കൃത്യമായ രേഖകൾ അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചു എന്ന് തന്നെയാണ് നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൻ്റെ കൃത്യമായ ശാസ്ത്രീയ തെളിവുകളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കുറ്റപത്രം ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യം, കേസിൽ 14 പ്രതികളാണുള്ളത്. ഇതിൽ 13 പ്രതികളെയും എത്രയും പെട്ടെന്ന് തന്നെ പോലീസിന്, അന്വേഷണ സംഘത്തിന് പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ കേസിലെ ഒരു പ്രതി, യൂത്ത് ലീഗ് നേതാവായ സിറാജുദ്ദീൻ, ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. അയാൾ ഇതുവരെയും പോലീസിനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ സമ്മർദ്ദമടക്കം ഉണ്ടാകുന്നു എന്നടക്കമുള്ള ആരോപണം ഇതിനിടെ ഉയർന്നു വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലം ആയതിനാൽ തന്നെ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ തൃക്കരിപ്പൂർ, പടന്ന പ്രദേശങ്ങളെയൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് കൊണ്ട് നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ സമാന രീതിയിൽ പരിചയപ്പെട്ട 16 വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിലാണ് ഇപ്പോൾ 14 പേർ പ്രതികളായിട്ടുള്ളത്.